ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോ എത്രത്തോളം റിലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ തൻ്റെ ലൈഫിലെ പ്രണയം പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ ഒന്ന് തുറന്ന് പറയുമ്പോഴത്തേക്കിന് അതിനുശേഷം ഇത് അറിഞ്ഞതിന് ശേഷം ഈ ഒരു സൊസൈറ്റി മുഴുവനായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെജോറിറ്റി ആൾക്കാരും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഇനി നിങ്ങൾ പ്രണയിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയാണ് യഥാർത്ഥ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലോട്ട് മാറുമ്പോഴത്തേക്കിന് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചിട്ടല്ല, വേടനെ കുറിച്ചിട്ടാണ്. അപ്പം വേടൻ ആ ഒരു മോണലോ ആ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് വേടൻ ആ ഒരു കാര്യം പറഞ്ഞത്, അതായത് തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കുന്ന ഒരു പാട്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ. അന്ന് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആ ഒരു വേടൻ പറഞ്ഞേക്കുന്ന കാര്യം ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. മോണലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബീത്തോവനോ, നിന്നെ പെറ്റതേത് മഹാനോ, ഞാൻ നാഗസാക്കി ഹിരോഷിമ, എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ, നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ, നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. ഇതെന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ്. വേടന്റെ പ്രേമപ്പാട്ടാണ്. റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലോറിൽ വെച്ച് പാടുന്നത്. ഇത് അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച, അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമം എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഒരുപാട് നന്ദി. വേടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പോലും ആരെയാണ് വേടൻ പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം ഒഫീഷ്യലി ഇവരെവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന ആളെയാണ് ഞാൻ പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം വേടൻ എവിടെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 ഫോട്ടോസ് ഉണ്ട് വേടനെ, പിന്നെ കാമുകിയാണെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്ന പോലെയുള്ള ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒഫീഷ്യലി വേടനോ അല്ലെങ്കിൽ ആ ഒരു ലേഡിയോ കാര്യങ്ങളൊന്നും പറഞ്ഞ് സംസാരിച്ചിട്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ആൾക്കാരുടെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണെങ്കിൽ ഇപ്പം ആരാണ് അപ്പോൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല വേടൻ, അപ്പോൾ വേടൻ്റെ കാമുകിയാണ് ആരാണെന്ന് അറിയാനെ കൊണ്ട് ആൾക്കാർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി വരുന്നതിനെ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അതിനുശേഷം അത് നിങ്ങളങ്ങനെ തീർപ്പ് കൽപ്പിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ പറയുന്നത് പോലെ പ്രണയിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയിപ്പം ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് നവമി ലത എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരി ഒരു റൈറ്ററാണ്. അപ്പോൾ പൂമ്പാറ്റ വേട്ട എന്ന് പറയുന്ന ഒരു ബുക്കൊക്കെ ഈ അടുത്തായിട്ട് എഴുതിയേക്കുന്ന പുള്ളിക്കാരിയായിരുന്നു. അപ്പോൾ അതിനകത്തിൽ അതിൻ്റെ ആ ബുക്കിൻ്റെ പുറമേയുള്ള കുറച്ച് ലൈൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. അത് വായിക്കുമ്പം അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലേഡിക്കാണെങ്കിൽ എഴുത്തിൽ എത്രത്തോളം പ്രാവീണ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം. അയാളുടെ ഉഗുലേഖയിൽ നിന്നും സംഗീതം ഒഴുകുന്നുണ്ട്. ആ ഒഴുക്കിൻ്റെ കൂടെ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ അതിശോകം നിറഞ്ഞ ചില വരികൾ പാടുന്നുമുണ്ട്. മരുഭൂമിയിൽ അകപ്പെട്ടു പോയ യുവാവിൻ്റെ അവസാന ദിവസത്തെ പറ്റിയാണ് പാട്ട്. ഭക്ഷണം അന്വേഷിക്കുന്ന വഴികളിൽ കണ്ട പ്രായമേറിയ കള്ളിമുൾ ചെടിയിൽ വിളഞ്ഞ പഴങ്ങൾ കഴിച്ചപ്പോൾ ആ യുവാവിൻ്റെ ക്ഷീണമകന്നു എന്ന വരികൾ എത്തിയപ്പോൾ ഉഗുലേലയിൽ ഓടുന്ന വിരലുകളെ വിട്ട് എൻ്റെ നോട്ടം അയാളുടെ കണ്ണുകളിലേക്കായി. ഇത് ഈ ഒരു ബുക്കിൻ്റെ പുറമേയുള്ള ലൈൻസ് ആണിത്. അപ്പോൾ ഈ ഒരു ലൈൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഗ്രാഹ്യം അല്ലെങ്കിൽ ഒരു എഴുത്തിലുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ലേഡിക്കാണെങ്കിൽ പുറമേ നിന്നുള്ള ആരും എങ്ങനെ നടക്കണമെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ ഒന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരാവശ്യകതയില്ല. ഓക്കെ, ഇനി ഒരു ബുക്ക് വായിച്ച ഒരാളാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. ഡിയർ നവമി ലത, യുവർ ബുക്ക് പൂമ്പാറ്റ വേട്ട ഹാസ് ഗിവൺ മീ എ പ്രൊഫൗണ്ട് സെൻസ് ഓഫ് ബിലോങ്ങിങ് അറ്റ് 16 ആൻഡ് ഹാവിംഗ് ലിവ്ഡ് ഇൻ 3 ഡിഫറെൻറ്റ് കൺട്രീസ്. ഐ ഹാവ് ആൾവേസ് ഫെൽറ്റ് ലൈക്ക് ഐ ഡിഡ്ന്റ് ക്വൈറ്റ് ഫിറ്റ് എനിവെയർ. But your stories made me realize that perhaps I belong everywhere within my own thoughts and passion. Pumbata Veta allowed me to finally feel like a 60-year-old, a feeling I hadn't experienced before. For me, it's more than just a collection of stories. It's a source of comfort, inspiration, and a reminder that hope and home can be found within the pages of a book. Thank you. Within the peace you have given me, Raiva. അപ്പം ഇങ്ങനൊരു അപ്രിസിയേഷൻ വന്നേക്കുന്ന ഈ ഒരു വരികളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് പുള്ളിക്കാരുടെ എഴുത്തുകളിലൂടെ മറ്റൊരാൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു ചിന്തകളെ എത്രത്തോളം മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനൊരു വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവരുടെ ചിന്തകൾ മാറാനും മാറി ചിന്തിക്കാനും. ആൻഡ് ഇവരുടെ ഈ ഒരു പോസ്റ്റുകളിലൊക്കെ താഴെ കമൻറ്റ് ബോക്സുകളിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിറത്തിൻ്റെ പേരിൽ കുറേ നല്ല ആക്ഷേപം ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ വേടൻ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കുറേ തംബ്നെയിൽസ് ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ അതിലൊരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ഇങ്ങോട്ട് വായിക്കാവേ. യഥാർത്ഥത്തിൽ അവഗണനയും ഡിസ്ക്രിമിനേഷനും ഒക്കെ ലൈഫ് ലോങ് അനുഭവിക്കുന്നത് കറുത്ത സ്ത്രീകളാണ്. കുറച്ച് പൈസ സമ്പാദിച്ചാൽ ഏത് വെളുത്ത പെണ്ണും പിറകെ വരും സ്വന്തം അനുഭവം. എണ്ണക്കറുമ്പി എന്ന് പറഞ്ഞിട്ട് വെളുത്ത പെണ്ണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വേടൻ പ്രണയിച്ചത് അല്ലെങ്കിൽ കറുപ്പിനെ ആണെങ്കിൽ ഇതുപോലെ ആൾക്കാർ അകറ്റി നിർത്തുന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയം അല്ലെങ്കിൽ വിപ്ലവം സംസാരിച്ചിട്ട് വേടൻ പ്രണയിക്കുന്നത് ഒരു വെളുത്ത പെണ്ണിനെയാണ്. ഇപ്പോഴും അവർ ഒഫീഷ്യലി എവിടെയും പറഞ്ഞിട്ടില്ല. ഇഫ് അങ്ങനെ ആണെങ്കിൽ തന്നെയാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. വേടൻ അങ്ങനെ പറഞ്ഞു എന്ന കാരണത്താൽ വേടൻ ഇപ്പോൾ ആണെങ്കിൽ ഒരു വെളുത്തൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വെളുത്തൊരു പെൺകുട്ടി തൻ്റെ ഒരു പ്രണയം എന്ന് പറയണമെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ്, ഇല്ല ഞാൻ കറുത്ത പെണ്ണുങ്ങളെ മാത്രമേ പ്രണയിക്കാറുള്ളൂ, കറുത്ത പെൺകുട്ടികളെ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്ന് വേടൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കളർ ഡിസ്ക്രിമിനേഷൻ തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അവിടെ വേടൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേടൻ പറഞ്ഞ അല്ലെങ്കിൽ വേടൻ്റെ ആ വരികളിലെ വിപ്ലവം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ വേണ്ടേ മനസ്സിലാക്കാനെ കൊണ്ട് അല്ലേ? അതിനെ നിങ്ങൾ അപ്പം നേരെ വിചാരിച്ചു ഓക്കെ വേടൻ ഈ കറുത്ത പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിങ്ങൾ അങ്ങനെ എന്തിനാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നത്? ഇതായിട്ട് ഇതുപോലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കറുപ്പിനോട് വേർതിരിവ് വേണ്ട, എല്ലാ നിറവും ഒരുപോലെ എന്നാണ് അയാൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വെളുത്ത ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ എനിക്ക് നിന്നെ വേണ്ട, കറുത്തവളെ പ്രേമിക്കൂ എന്ന് പറയുന്നതല്ല. വേടൻ പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിലെ രാഷ്ട്രീയം ഉൾക്കൊള്ളാനുള്ള അറിവ് നമുക്കുണ്ടാവണം. സത്യം. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല നവമി, അവൾക്ക് നല്ല ഗോതമ്പിൻ്റെ നിറമാണ്. ഇതുപോലെ ആരെയും നിറമെടുത്ത് പറയേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. വേടൻ ഒരുപാട് പേരെ പ്രണയിച്ചിട്ടുണ്ട്, പല നിറത്തിലുള്ളവരെ. നിറം നോക്കിയല്ല അവന് പ്രണയിക്കേണ്ടത്. കറുത്ത ഒരു പെൺകുട്ടിയോട് ആത്മാർത്ഥമായ സ്നേഹം തോന്നിയില്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞേക്കുന്നൊരു കമൻറ്റാണ്. ഇതിൽ വേടൻ ബാക്കിയുള്ളവരെ പ്രണയിച്ചോ ഇല്ല ആ സ്ഥാനത്തോട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യം, ഇപ്പം വേടനാണെങ്കിൽ കറുത്തൊരു പെൺകുട്ടിയെ മാത്രമേ പ്രണയിക്കാൻ പാടൂ എന്ന് നിങ്ങൾ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഈ ഒരു ലേഡിയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു വീഡിയോ ഉണ്ട്. അതായത് തുമ്പി റിയൽ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. ഫേവറേറ്റ് തിങ്സ് ടു ഡു സിൻസ് കോളേജ് മേക്ക് ഉമ്മി ലാഫ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഇവർ ചിരിച്ചുണ്ടാക്കിയിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവിടെ തൊട്ടാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. കാര്യം ഇവരുടെ ഒരു പാസ്റ്റിലോട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കടന്നു പോയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ വേടനെ ഇവൾ ഞാലാട്ടുകയാണെങ്കിൽ നല്ല ഒരു റാപ്പ് കേൾക്കാം ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കമൻറ്റ് ഇട്ടുക. അതിന് എറൗണ്ട് 2821 ലൈക്ക് ഉണ്ട് ആ ഒരു കമൻറ്റിന്. അതായത് എല്ലാവർക്കും, അതായത് ഇത്ര ആൾക്കാർക്കും പറയാനുള്ളൊരു സാധനമാണ് ഒരാൾ പറഞ്ഞതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് പുള്ളിക്കാരി തന്നെ ആണെങ്കിൽ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ശരിയെന്നും പറഞ്ഞുകൊണ്ട്. എടേ എന്തോന്നറിയാം, ഇതോ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എങ്ങനെ ഒരാളെ തേക്കാൻ വേണ്ടിയിട്ടാണെന്നോ അപ്പോഴും ഇവർ ഒഫീഷ്യലി എവിടെയും പറഞ്ഞിട്ടില്ല. ഇഫ് അങ്ങനെ ആണെങ്കിൽ തന്നെ ആ ഒരു ഈഫ് വെച്ചാണ് ഞാൻ ഇനി ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താണ് മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ഒരാളുടെ അടുത്ത് ചിരിച്ച് കളിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് അത്ര വലിയ പ്രശ്നമാണോ? പിന്നെ അടുത്ത കമൻറ്റ്, വേടൻ ഊഞ്ഞാല ആടേണ്ടി വരുമോ, ഇവൻ ചുള്ളനാണല്ലോ എന്ന്. അവൻ ചുള്ളനായിക്കോട്ടെ, അതിനിപ്പോൾ എന്നാ വേണം? അതാണ് ഇപ്പോഴും നിങ്ങൾക്ക് വേടൻ പറഞ്ഞ ഒരു വരികളിലെ രാഷ്ട്രീയം എന്താ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളെന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി മറ്റൊരുത്തൻ്റെ ഒപ്പം കുറച്ച് സംസാരിച്ചോ ചിരിച്ചടിച്ചോ നിന്നാൽ എന്താണ് പ്രശ്നം? അവരപ്പം നേരെ വേറെ ബന്ധമാണെന്ന് അങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. തൊപ്പിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ ഒന്ന്, അവസാനം എന്തോ ആവും. ഇതിൻ്റെ ഇടയിൽ തൊപ്പിയിലൊക്കെ പിടിച്ച് കൊണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു കമൻറ്റ് വെക്കാം, ഇത് ഞാൻ വായിക്കുന്നില്ല, അത്രത്തോളം വൾഗറായിട്ട് ഏതോ ഒരു പുന്നാര മോനിട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. ഇവൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഇത് വേടനുള്ള പെണ്ണല്ല എന്നാണ് തോന്നുന്നത്, പറ്റിച്ചിട്ട് പോകാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ഇട്ടേക്കുന്ന കമൻറ്റ്. പിന്നെ ഓൻ്റെ ഹൈലൈറ്റ് നോക്കുക ഗൈസ്, ഇമ്മ ലവ് വേടൻ ആരായി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കാണ്. ഓൻ്റെ ഹൈലൈറ്റ്സ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2018 തൊട്ടുള്ള കുറേ ഇതൊക്കെയാണ് ഇവർ ഹൈലൈറ്റിൽ ഇട്ടേക്കുന്നത്. അപ്പം ഇമ്മ എന്ന് പറഞ്ഞ ആ ഒരു ഹൈലൈറ്റ് കൊടുത്തേക്കുന്നത് അമ്മ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന വേർഡിന് എത്രത്തോളം അർത്ഥമുള്ളൊരു വാക്കാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അപ്പം അമ്മ എന്ന് പറഞ്ഞാണ് അവിടെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ ഒരു ഹൈലൈറ്റിൽ അങ്ങനെ ഒരു ലേഡിയായിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ഹൈലൈറ്റ് കാണാൻ പറ്റും. മേ ബി ഇവർ ഒരുമിച്ച് ആ ഒരു കോളേജിൽ പഠിച്ച അന്ന് തൊട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിനുശേഷം ഇപ്പം നല്ല രീതിയിൽ ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഹലോ, അതെ, ഞങ്ങൾ കോട്ടയം കമ്പനിയാണ്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരുത്തി എന്നെ വെച്ചിട്ട് പോയി ഒരുത്തി. പിന്നെ വേടൻ ഇത് കാണുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ? പിന്നെ വേടൻ ഇത് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് വേണമല്ലോ വേടൻ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഈ കൊച്ചിനെ കാണിച്ചാണ് ഈ ആണത്തിന് 4 ലൈക്ക് കൂടുതൽ കിട്ടുന്നത്, ആയിക്കോട്ടെ പാവം. നിങ്ങൾ പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലുള്ള ഒരുപാട് ഈ പറഞ്ഞ വീഡിയോസ് കാര്യങ്ങൾ ഇവർ ഒരുമിച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാതെ ഈ ഒരു ടൈമിൽ
റീച്ചിനോ ലൈക്കിനോ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടേക്കുന്ന സാധനമായിട്ടൊന്നും ആരും അങ്ങനെ വിചാരിക്കേണ്ട. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ ഈ വേടൻ്റെ ആണെങ്കിൽ ഈ ഒരു നവമിലത ഈ ഒരു ലീഡയുടെ ആണെങ്കിൽ ഫാൻ ആയിട്ടുള്ളൊരു കുട്ടി ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ആ കുട്ടി ഇട്ടേക്കുന്ന കമൻറ്റിനകത്ത് ജസ്റ്റ് പറയുന്ന വലിയൊരു കമൻറ്റ് അവിടെ സൈഡിലോട്ട് കൊടുക്കുക. അതിനകത്ത് ജസ്റ്റ് പറയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരിനെ വെച്ചുള്ള ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാര്യം പുള്ളിക്കാരിക്ക് അത്രത്തോളം നെഗറ്റീവ് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് ഇടാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് താഴെ ഒരാൾ റിപ്ലൈ എടുത്തിട്ടുണ്ട്, look at this his profile in detail, then you come to know he used to post photos years back. ശരിയാണ്, നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കുറേ മുന്നേ ആണെങ്കിൽ ഇവരുടെ കുറേ ഫോട്ടോസും വീഡിയോസും കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഇതിലൊരു ഒരെണ്ണത്തിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ഉണ്ട്, ഇവൾ ഉടുപ്പുകാരിയാണോ? അതായത് 22 മണിക്കൂറിന് മുന്നേ, ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ 22 മണിക്കൂറിന് മുന്നേ വന്നേക്കുന്ന ഒരു കമൻറ്റാണ്. ഉടുപ്പുകാരി, ആ ഉടുപ്പ് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഉടുപ്പ് നമുക്ക് പെട്ടെന്നോട്ടൊന്ന് മാറാൻ പറ്റില്ല, ആ സാധനം ഉദ്ദേശിച്ചിട്ടേക്കുന്നതാണ്. അതിന് മുന്നേ ഒരു 139 ആഴ്ചകൾക്ക് മുന്നേ വന്നേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാഗ്യമാടാ ഞാൻ. തിരിച്ച് പുള്ളി മറുപടി കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയടെന്ന്. അപ്പോൾ ഇതിനകത്ത് ഇത്തരം 139 ആഴ്ചകൾ മുന്നേ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റിംഗ് കമൻറ്റ് വേണേ, അതിന് പോയിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരാൾ. എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംശയത്തിൻ്റെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. കാര്യം നിന്റെ ഭാഗ്യമാടാ ഞാൻ എന്നൊക്കെ പറഞ്ഞേക്കുന്നതല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം വേറൊരു വീഡിയോ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ബിനി ശ്രീനിവാസൻ ആണെങ്കിൽ വേടനെ കാണാൻ പോയ ടൈമിലാണെങ്കിൽ ബാക്കിൽ ഈ പറയുന്ന പോലെ വേടൻ്റെ ആ ഒരു എണ്ണക്കറമ്പിയാണോ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നേക്കുന്ന മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ പൊതുവായിട്ട് ഒരു കാര്യം പറയട്ടെ, ഇപ്പം വേടനെ പോലെ ഒരാൾക്കും അല്ലെങ്കിൽ ഈ ഒരു ലേഡിനെ പോലെ ഒരാൾക്കും എത്രത്തോളം ഗ്രാഹ്യം അല്ലെങ്കിൽ എഴുത്തുകളിൽ ഗ്രാഹ്യമുള്ള ഒരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഈ പറയുന്ന പോലെ അവർ ജീവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല. ഇപ്പോൾ വേടൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാവരും വേടൻ ഇങ്ങനെ ടാഗ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, വേടൻ ഇത് കണ്ടില്ലേ, വേടൻ അത് നോക്കിയില്ലേ, ഇവർ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു പറയുന്ന ആൾക്കാർ. വേടൻ്റെ ആണെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിൽ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വേടൻ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ. എനിക്ക് ഒരു കാര്യം, അതീഷ് സാറിൻ്റെ സ്ഥലം മാറ്റമാണ് ഞാൻ കേട്ടത്. അത് ഒരു സിസ്റ്റം ചെയ്യുന്ന തെറ്റിനെ വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. വേട്ടയാടിയ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തോടോ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. ഞാൻ എടുക്കുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ. ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇത് നിരന്തരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെനിക്ക് ശീലമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അതെനിക്ക് എവിടെയും പറയാൻ പറ്റില്ല. അത് ഭയങ്കര കോൺട്രവേഴ്സി ആവും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പം മര്യാദയ്ക്കൊന്ന് ജീവിക്കട്ടെ, കുറച്ച് ദിവസം കൂടി പോയിട്ട് വരാം. ഇത്രയും പക്വതയോടുകൂടി തന്നെ മറുപടി പറഞ്ഞേക്കുന്ന വേടന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടുന്ന ആവശ്യമുണ്ടോ? ഇപ്പോൾ വരികളിലൂടെ ആണെങ്കിലും വേടൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇതായിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വേടന് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുകയാണ്, വേടാ നീ അത് കണ്ടില്ലേ, വേടാ നീ ഇത് കണ്ടില്ലേ, എന്ത് നാടേ ഇത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റി, ഇത് ആരാണ് ഈ ഒരു ലവർ എന്ന് അറിയാനെക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് ഇന്ന ആളാണെന്ന് അവർ പോലും പറയാതെ അതങ്ങ് തീരുമാനിച്ചിട്ട് പിന്നീട് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. വേടനെ തേക്കും ഇവള് വന്ന് നിങ്ങൾ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇന്നലെ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.